Hi all, welcome to Beauty of Max. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ മറ്റൊരു സെക്ഷനാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസംസ്. ഒരു തിയറമാണ്. ഐസോമോർഫിസത്തിൻ്റെ കുറേ പ്രോപ്പർട്ടീസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫും കൂടെ നോക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസംസ് ആക്ടിങ് ഓൺ എലമെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്: സപ്പോസ് ദാറ്റ് phi is an isomorphism from a group G onto a group G bar. phi എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്രം ജി ടു ജി ബാർ, ജിയിൽ നിന്നും ജി ബാറിലോട്ടുള്ള ഒരു ഐസോമോർഫിസമാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. phi ഐസോമോർഫിസം ആണെന്നാണ് തന്നിരിക്കുന്നത്. ഐസോമോർഫിസം ആണെന്നുണ്ടെങ്കിൽ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അവിടെ ഒരു മാപ്പ് ഡിഫൈൻഡ് ആണ്, അതേപോലെ 1 ആണ്, ഓൺ ടു ആണ്, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. അത് മനസ്സിലുണ്ടായിരിക്കണം. കാര്യം അത് വെച്ചിട്ടാണ് നമ്മൾ തിയറംസ് ഫുള്ള് ചെയ്തു പോകുന്നത്. പല സ്ഥലങ്ങളിലും ഈ കണ്ടീഷൻസ് 1 ഓൺ ടു എന്നുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് തിയറംസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് phi ക്യാരീസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ജി ബാർ. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറയാം. ഇതാ നോക്കുക, ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. phi എന്ന് പറയുന്നത് ജിയിൽ നിന്നും ജി ബാറിലോട്ടുള്ള മാപ്പാണ്. ജിയിൽ നിന്നും ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് ജി ബാറിലുണ്ടായിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് phi ഓഫ് എ ജി ബാറിലുണ്ടായിരിക്കും. ബി എന്ന് പറയുന്ന എലമെൻ്റ് ആണെങ്കിൽ phi ഓഫ് ബി, ഇ എന്ന് പറയുന്ന എലമെൻ്റ് ആണെങ്കിൽ phi ഓഫ് ഇ. ഇങ്ങനെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ജി ബാറിൽ ഉണ്ടായിരിക്കും. നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. phi ക്യാരീസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ജി ബാർ. അതായത് phi ക്യാരീസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിയുടെ ഐഡൻറ്റിറ്റി phi ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഇമേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റിയുടെ ഇമേജ് എന്ന് പറയുന്നത് ജി ബാറിലെ ഐഡൻറ്റിറ്റി ആണ്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് phi ക്യാരീസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി. ജി എന്ന് പറയുന്നതിലെ ഐഡൻറ്റിറ്റി അത് ഇ ആയിട്ട് എടുക്കുക. ഇ ആണ് ജി എന്ന് പറയുന്നതിലെ ഐഡൻറ്റിറ്റി എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഐഡൻറ്റിറ്റി ഓഫ് phi ക്യാരീസ് മീൻസ് ഇമേജ് ഓഫ് ഐഡൻറ്റിറ്റി എന്നാണ്. അതായത് phi ഓഫ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ജി ബാർ. ജി ബാറിലെ ഐഡൻറ്റിറ്റിക്ക് ഈക്വൽ ആണ്. ജിയിലെ ഐഡൻറ്റിറ്റി ഇ എന്നല്ലേ ഡിനോട്ട് ചെയ്തത്, ജി ബാറിലെ ഐഡൻറ്റിറ്റിയെ ഇ ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ ഇ ബാർ. അങ്ങനെയെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റിയുടെ ഇമേജ് phi ഓഫ് ഇ, നമ്മൾ ഇമേജിനെ ഡിനോട്ട് ചെയ്യുന്ന phi ഓഫ് എന്ന ലെറ്റർ കൊണ്ടാണ്. ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എയുടെ ഇമേജ് phi ഓഫ് എ. അങ്ങനെയെങ്കിൽ ഇ എന്ന് പറയുന്നതിൻ്റെത് phi ഓഫ് ഇ. ആ phi ഓഫ് ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജി ബാറിലെ ഐഡൻറ്റിറ്റിക്ക് ഈക്വലാണ്. അതായത് ഇ ബാറിന് ഈക്വലാണ് എന്ന് തെളിയിക്കണം. ആണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. phi ഓഫ് ഇ ഈക്വൽ ടു ഇ ബാർ. ഈ സാധനം എക്സാമിനൊന്നും തരത്തില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഇത്രേ കാണത്തുള്ളൂ. അന്നേരം അത് മനസ്സിലാക്കിക്കോണം. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ള സാധനം. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇ എന്ന് പറയുന്നത് ജിയിലെ ഐഡൻറ്റിറ്റിയാണ്, ഇ ബാർ എന്ന് പറയുന്നത് ജി ബാറിലെ ഐഡൻറ്റിറ്റിയാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് phi ഓഫ് ഇ ഈക്വൽ ടു ഇ ബാർ എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വി ഹാവ് ഇ എന്ന് പറയുന്നതിന് ഇ ഇൻറ്റു ഇ എന്ന് എഴുതാമല്ല, ഒരു വ്യത്യാസവും വരുന്നില്ല വാല്യൂവിന്. ദാറ്റ് ഇംപ്ലൈസ് രണ്ട് സൈഡിലും phi ഓപ്പറേറ്റ് ചെയ്യുന്നു. phi ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് phi ഓഫ് ഇ ഈക്വൽ ടു phi ഓഫ് ഇ ഇൻറ്റു ഇ എന്ന് എഴുതാമല്ലോ. നമുക്ക് phi എന്ന് പറയുന്നത് ഐസോമോർഫിസം ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അവിടെ 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോമോമോർഫിസം പ്രോപ്പർട്ടിയാണ്. ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടായിരിക്കണം phi ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് phi ഓഫ് എക്സ് ഇൻറ്റു phi ഓഫ് വൈ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ phi ഹോമോമോർഫിസം ആയതുകൊണ്ട് phi ഓഫ് ഇ ഇൻറ്റു ഇ, phi ഓഫ് ഇ ഇൻറ്റു phi ഓഫ് ഇ എന്ന് എഴുതാമല്ലോ. അതാണ് എഴുതിയിരിക്കുന്നത് phi ഓഫ് ഇ ഇൻറ്റു phi ഓഫ് ഇ. കാര്യം phi ഐസോമോർഫിസം ആണ്. ഐസോമോർഫിസം ആയതുകൊണ്ട് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ ആണല്ലോ. ക്ലിയർലി phi ഓഫ് ഇ ബിലോങ്സ് ടു ജി ബാർ. കാര്യം ഇ എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റാണ് നമ്മൾ എടുത്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇമേജ് ജി ബാറിലുണ്ടായിരിക്കുമല്ലോ. അതായത് phi ഓഫ് ഇ എന്ന് പറയുന്ന ജി ബാറിലുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ phi ഓഫ് ഇ ഇൻറ്റു ഇ ബാർ എന്ന് പറയുന്നത് phi ഓഫ് ഇ ആയിരിക്കത്തില്ലേ. കാര്യം ഇ ബാർ എന്ന് പറയുന്നത് ജി ബാറിലെ ഐഡൻറ്റിറ്റിയാണ്. അതേ ജി ബാറിലെ എലമെൻറ്റ് തന്നെയാണല്ലോ phi ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം സെയിം ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലൈ ചെയ്ത എലമെൻറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അന്നേരം phi ഓഫ് ഇ ഇൻറ്റു ഇ ബാർ എന്ന് പറഞ്ഞാൽ phi ഓഫ് ഇ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കുക. ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് phi ഓഫ് ഇ എന്നാണ്. അത് അവിടെ എഴുതിയിട്ടില്ല, അപ്പുറത്തെ പേജിലുണ്ട്. phi ഓഫ് ഇ ഈക്വൽ ടു phi ഓഫ് ഇ ഇൻറ്റു phi ഓഫ് ഇ എന്ന് കിട്ടിയല്ല. ഇക്വേഷൻ നമ്പർ 2 അത് തന്നെയാണ്. അതായത് phi ഓഫ് ഇ
വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ബാർ എന്നല്ലേ. ഓക്കെ, അന്നേരം രണ്ടിനകത്ത് ഫൈ ഓഫ് ഇ ഉണ്ടല്ലോ, രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുന്നു. ഫ്രം 1 and 2 രണ്ടിൻ്റെയും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ഇ ആണ്, അന്നേരം അതർ സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ബാർ ആണ്. അതിൽ നിന്ന് ലെഫ്റ്റ് ക്യാൻസലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഓഫ് ഇ ക്യാൻസലാവും. അതായത് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ബാർ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് തെളിയിക്കാനുള്ള സാധനം. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മറിച്ച് നോക്കിയാൽ മതി, അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സാധനം ഇതാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഫൈ ഓഫ് എ റൈസ് ടു എന്നും ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എന്നും ഈക്വലാണ് ഫോർ എവറി എൻ ബിലോങ്സ് ടു ഇസഡ്. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഫൈ ഓഫ് എ റൈസ് ടു എന്നും ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എന്നും ഈക്വലാണ് ഫോർ എവറി എൻ ബിലോങ്സ് ടു ഇസഡ്. അതിന് ആദ്യം നമ്മളിവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കേസ് എടുക്കുന്നു, റിസൾട്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഓക്കെ, ഫസ്റ്റ് പ്രൂവ് ദ റിസൾട്ട് ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈസ് ട്രൂ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്കറിയാവുന്നതാണ്. ആദ്യം എന്നിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു, റിസൾട്ട് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. അതേപോലെ അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ. എൻ ഈക്വൽ ടു കെ എന്ന് പറയുന്ന വാല്യൂവിന് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം എൻ ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറയുന്ന വാല്യൂവിന് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. ഈ 3 സ്റ്റെപ്പും ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് n1 കൊടുക്കുന്നു. n1 കൊടുക്കുമ്പോഴത്തേക്ക് ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് വരത്തില്ലേ. ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. രണ്ട് സൈഡും സെയിം ആണ്, റിസൾട്ട് ട്രൂ ആയി. അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു കെ. എന്നിന് കെ എന്ന് പറയുന്ന വാല്യൂ വരുമ്പോഴത്തേക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ തൊട്ട് മുമ്പ് ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്നല്ലേ. എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വരും, റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1. എൻ ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറയുന്ന വാല്യൂവിന് റിസൾട്ട് ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് എന്നിന് വരെ കെ പ്ലസ് 1 കൊടുക്കുന്നു. അന്നേരം ഫൈ ഓഫ് എ റൈസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടുമല്ലോ. റൈറ്റ് സൈഡ് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നു നോക്കാം. ഫൈ ഓഫ് എ റൈസ് ടു കെ പ്ലസ് 1ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് എ റൈസ് ടു കെ പ്ലസ് 1നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എ റൈസ് ടു കെ ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. ഫൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നേരത്തെ പറഞ്ഞായിരുന്നു കാര്യം, ഫൈ ഐസോമോർഫിസം ആയതുകൊണ്ട് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അന്നേരം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ഫൈ. അതായത് ഫൈ ഓഫ് എ റൈസ് ടു കെ ഇൻറ്റു എ, ഫൈ ഓഫ് എ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് എഴുതാം. ഫൈ ഓഫ് എ റൈസ് ടു കെ എന്ന് പറയുന്നതിന് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം ബൈ ദിസ് റിസൾട്ട്, തേർഡ് വൺ. ഓക്കെ ആണല്ലോ. ഇൻറ്റു ഫൈ ഓഫ് എ, അതിന് അതേപോലെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിപ്പം ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ എന്നല്ലേ ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, അതായത് എ റൈസ് ടു എം പ്ലസ് എൻ, അതായത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1. അതായത് ഫൈ ഓഫ് എ റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടി. സോ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1. എൻ ഈക്വൽ ടു കെ പ്ലസ് 1നും റിസൾട്ട് ട്രൂ ആയി. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് ട്രൂ ആണ് ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും ഈ റിസൾട്ട് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് തെളിയിക്കണം. വെൻ എൻ ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നോക്കുക, വി ഹാവ് ഇ ബാർ ഈക്വൽ ടു ഫൈ ഓഫ് ഇ. നമ്മൾ ഫസ്റ്റ് റിസൾട്ട് തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇ ബാർ ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത്. ഇനെ എ റൈസ് ടു 0 എന്ന് എഴുതാമല്ലോ, 0നെ n മൈനസ് എൻ എന്ന് എഴുതാമല്ലോ. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എ റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതാമല്ലോ. ബൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ഫൈ, അതായത് ഫൈ ഓഫ് എ റൈസ് ടു എൻ ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതാം. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി ഈ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ, എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് എടുത്തിരിക്കുന്നത്. എൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് എൻ എന്തോ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അന്നേരം ഈ എ റൈസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ശരിയല്ലേ. ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഈ റിസൾട്ട് 4 എഴുതി വെച്ചിട്ടുണ്ട്. വേർ എൻ ഈസ് പോസിറ്റീവ്. എൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എ റൈസ് ടു എന്നിന് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ എന്നല്ലേ കിടക്കുന്നത്. ആ മൈനസ് എൻ എന്നുള്ളത് പോസിറ്റീവ് അല്ലേ. അതുകൊണ്ട് ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എന്നിന് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു മൈനസ് എൻ എന്ന് എഴുതിക്കൂടെ. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു മൈനസ് എൻ. ബാക്കിയുള്ള സ്റ്റെപ്പിനൊന്നും വ്യത്യാസമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്നാണ് കിട്ടേണ്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ സൈഡിലെയും
റൈറ്റിൽ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു മൈനസ് എൻ ഇൻറ്റു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്നല്ലേ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അതായത് പവറിൽ 0 വരും, അത് ആ വാല്യൂ 1 ആയി പോകും. ബാക്കി ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്നുള്ള ടേം മാത്രം വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബാർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി അല്ലേ. ഐഡൻറ്റിറ്റിയോടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലും ആ എലമെൻ്റ് എന്നായിരിക്കുമല്ലോ കിട്ടുന്നത്. ഈ സൈഡ് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് കിട്ടും. അതായത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്ന് കിട്ടിയില്ലയോ വെൻ എൻ ഈസ് നെഗറ്റീവ് ഇൻറ്റിജർ. ഓക്കെ ആണല്ലോ. ഇപ്പം റിസൾട്ട് കൺക്ലൂഷനായി. അതായത് ഫ്രം 4 ആൻഡ് ദിസ് വൺ ഇക്വേഷൻ 5 implies phi of a raised to n equal to phi of a the whole raised to n for every integer n. എല്ലാ ഇൻറ്റിജറിനും ആ റിസൾട്ട് ട്രൂ ആണ്. സെക്കൻഡ് വൺ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ടു പ്രൂവ് എ ബി ഈക്വൽ ടു ബി എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ. ഇതാണ് തേർഡ് വൺ പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു, എ ബി ഈക്വൽ ടു ബി എ. അങ്ങനെയെങ്കിൽ ജി ബാർ എന്ന് പറയുന്ന ഗ്രൂപ്പിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഓക്കെ, ആദ്യം അസ്യൂം എ ബി ഈക്വൽ ടു ബി എ. എ ബിയും ബി എയും ഈക്വൽ ആണെന്ന് എടുക്കുന്നു. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ സാധനം. രണ്ട് സൈഡിലും ഫൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഫൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് വരത്തില്ലേ. ബൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഓഫ് എ ബി എ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് എഴുതാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി എ ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് എഴുതുന്നു. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ള സാധനം. ഫസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ നേരെ തിരിച്ച് ഇത് അസ്യൂം ചെയ്യുന്നു. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ ഇംപ്ലൈസ് എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടണം. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ. അതിന് ഇവിടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് വെച്ചാൽ ഫൈ ഓഫ് എ ബി അല്ലേ, അവിടെ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഫൈ ഓഫ് ബി എ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എ ബി ഈക്വൽ ടു ബി എ. കാര്യം ഫൈ 1 ആണല്ലോ. ഫൈ ഐസോമോർഫിസം അല്ലേ. ഐസോമോർഫിസം ആകുമ്പോൾ 1 സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. 1 എന്ന് വെച്ചാൽ എന്താണ്? ഫൈ ഓഫ് x1 ഈക്വൽ ടു ഫൈ ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്നാണ്. അന്നേരം ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി എ ഇംപ്ലൈസ് എ ബി ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. റിസൾട്ട് ക്ലിയർ ആയി. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണല്ലോ. തേർഡ് വണ്ണും ഓക്കെ ആയി. ഇനി ഫോർത്ത് വൺ ടു പ്രൂവ് ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ. അതായത് ജി എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കാണ്. കാര്യം എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ജി ബാർ എന്ന് പറയുന്നതും സൈക്ലിക്കാണ്. അതിൽ ഫൈ ഓഫ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ തെളിയിക്കാനുള്ളത് ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ. ജി എന്ന് പറയുന്നതിന് എ എന്ന് പറയുന്ന എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജി ബാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ എയുടെ ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ മീനിങ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും പ്രൂവ് ചെയ്യുന്നു. ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ ആണെന്നുണ്ടെങ്കിൽ ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് തെളിയിക്കുന്നു. അതേപോലെ ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ ആണെങ്കിൽ ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ എന്ന് തെളിയിക്കുന്നു. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിക്കണം. ഓക്കെ ആണല്ലോ. അതിന് ആദ്യം നോക്കുക. ലെറ്റ് എ ബി ആൻ എലമെൻറ്റ് ഇൻ ജി. ജിയിൽ എലമെൻ്റ് ആണല്ലോ എ എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ജി ബാറിൽ എലമെൻ്റ് ആയിരിക്കുമല്ലോ. ക്ലിയർ ആണല്ലോ. അത് അസ്യൂം ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ. ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ എന്ന് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്നാണ് തെളിയിക്കാനുള്ളത്. ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് തെളിയിക്കുന്നതിന് പകരം ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ ആൻഡ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ബാർ എന്ന് തെളിയിച്ചാൽ ഒരു ഡബിൾ ഇൻക്ലൂഷൻ. എ ഈക്വൽ ടു ബി എന്ന് തെളിയിക്കുന്നതിന് പകരം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് തെളിയിച്ചാൽ മതി. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു ബി എന്നാണ്. ഓക്കെ, ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർലി ബ്രാക്കറ്റ് ഫൈ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ബാർ. ഒറ്റയടിക്കാനെന്ന് പറയാം. കാര്യം ഫൈ ഓഫ് എ എന്ന് പറയുന്ന ജി ബാറിലെ എലമെൻ്റ് ആണ്. ഫൈ ഓഫ് എ ജി ബാറിൽ എലമെൻ്റ് ആയതുകൊണ്ട് ഫൈ ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റും ജി ബാറിൽ തന്നെ ആയിരിക്കും. നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അതായത് Z4 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുക. Z4 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. Z4 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 0, 1, 2, 3 4 എലമെൻറ്റ്സ് ആണല്ലോ ഉള്ളത്. ഓക്കെ, അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷനാണ്. കാര്യം ഇസഡ് എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ അഡീഷനാണ്. അഡീഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ബ്രാക്കറ്റ് എ, അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് എ റൈസ് ടു എൻ എന്നല്ല. എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പിലാണ്. എൻ ഇൻറ്റു എ എന്നാണ് വരുന്നത്. ഓക്കെ, അന്നേരം Z4ലെ എലമെൻ്റ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആണ്. അതിൽ ഞാനൊരു എലമെൻ്റ് എടുക്കുന്നു. 2 എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് എടുക്കുന്നു. ആ എലമെൻറ്റിനെ ഒന്ന് ജനറേറ്റ് ചെയ്യുന്നു. ബ്രാക്കറ്റ് 2 എന്ന് വെച്ചാൽ 2 റൈസ് ടു എൻ എന്നല്ല, 2 ഇൻറ്റു എൻ എന്നാണ്. അഡീഷൻ ആയുണ്ട്. ഓക്കെ, 2 ഇൻറ്റു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് എന്ന് വരും. ഇനി എന്നിന് ഇൻഡിജേഴ്സ് കൊടുക്കുക. എൻ ഇൻഡിജേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 1 2 എന്ന് വരും. 2 ഇൻറ്റു 2 4 എന്ന് വെച്ചാൽ Z4ൽ 0 ആണ്.
ഇനി 2 × 3 6 എന്ന് വരും, അത് വീണ്ടും 2 തന്നെ വരും. അതായത് ഈ എലമെൻറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. 2 0 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. അതായത് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റ് എടുത്ത് നമ്മൾ ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഗ്രൂപ്പിൽ എലമെൻറ്റ് തന്നെയല്ലേ കിട്ടിയത്. അതായത് ഗ്രൂപ്പിന് പുറത്തുള്ള എലമെൻറ്റ്സ് എന്തായാലും ഒരിക്കലും വരത്തില്ല, ശരിയല്ലേ? അതായത് ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റ് എടുത്ത് ജനറേറ്റ് ചെയ്താലും അത് എവിടെ തന്നെ ഉള്ളതായിരിക്കും, ഗ്രൂപ്പിൽ തന്നെ ഉള്ളതായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫൈ ഓഫ് എ എന്ന് പറയുന്ന ജി ബാറിൽ എലമെൻ്റ് ആണ്. അങ്ങനെ ഫൈ ഓഫ് എനെ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് എവിടെ തന്നെ ഉള്ളതായിരിക്കും, ജി ബാറിൽ തന്നെ ഉള്ളതായിരിക്കും. അതായത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ജി ബാറിൻ്റെ സബ്സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നേരെ തിരിച്ചുകൊണ്ടാക്കിയാൽ മതി. തിരിച്ചെന്താണ് തെളിയിക്കാനുള്ളത്? ജി ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ. ജി ബാർ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആണ് എന്ന് തെളിയിക്കണം. അതിന് നമ്മൾ തെളിയിക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ജി ബാറിലെ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് എടുക്കുക. ആർബിട്രറി ആയിട്ട് എലമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ജി ബാറിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുന്നു, ആ എലമെൻറ്റ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലുണ്ടെന്ന് തെളിയിക്കുന്നു. ഓക്കെ, ജി ബാറിൽ ഒരു എലമെൻറ്റാണ് എടുക്കുന്നത്, ആ എലമെൻറ്റ് എന്ന് വെച്ചാൽ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ട്രൂ ആണ്. അങ്ങനെയുള്ളൊരു എലമെൻറ്റ് എടുക്കുന്നു, ആ എലമെൻറ്റ് അതാണ് ആർബിട്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എലമെൻറ്റ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആണെന്ന് തെളിയിക്കുന്നു. ബ്രാക്കറ്റ് ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ജി ബാറിൽ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. അതിന് ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജി ബാറിൽ നിന്ന് എടുക്കുന്നു. ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജി ബാറിൽ നിന്ന് എടുക്കുന്നു. ദെൻ ദെയർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ റൈസ് ടു കെ ബിലോങ്സ് ടു ജി. അങ്ങനെ എ റൈസ് ടു കെ എന്ന് പറയുന്ന എലമെൻറ്റ് ജിക്കകത്തുണ്ടായിരിക്കും. എന്താ അതിൻ്റെ റീസൺ? എ റൈസ് ടു കെ എന്ന് വരാനുള്ള റീസൺ എന്താണ്? കാര്യം ജി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എയ്ക്ക് ഈക്വൽ എന്നല്ല എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റ് എയിൽ എലമെൻ്റ് പ്രത്യേകത എന്താണ്? എയുടെ പവേഴ്സിൽ ഇൻഡിജേഴ്സ് വരുന്നതിൽ എ റൈസ് ടു എൻ, അത് എ സ്ക്വയർ, എ ക്യൂബ്, എ റൈസ് ടു 4 ഇങ്ങനെ പോകും, എക്സെട്ര, എ റൈസ് ടു കെ, എ റൈസ് ടു കെ പ്ലസ് 1, എ റൈസ് ടു എൻ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അന്നേരം ജിയിലെ എലമെൻറ്റ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് എ റൈസ് ടു ഇൻഡിജർ എന്നുള്ള ഫോമിലാണ്. അന്നേരം ജിയിലെ എലമെൻ്റ് എന്ന് പറയുന്നത് എ റൈസ് ടു കെ എന്നുള്ള ഫോമിലായിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ബി. അതായത് ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിൽ നിന്ന് ജി ബാറിലോട്ടല്ലേ മാപ്പിംഗ്. ഓക്കെ, ജി ബാർ എന്ന് വെച്ചാൽ കോഡൊമൈൻ, ജി എന്ന് പറയുന്ന ഡൊമൈൻ. ജി ബാറിൽ നിന്നും കോഡൊമൈനിൽ നിന്നും ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രീ ഇമേജ് ജിയിലുണ്ടായിരിക്കും. ആ ജി എന്ന് പറയുന്ന എലമെൻ്റാണ് എ റൈസ് ടു കെ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഫൈ ഓൺ ടു ആണ്. ഫൈ ഓൺ ടു ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന എലമെൻറ്റിന് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റുമായിട്ട് പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ എന്താണെന്നുള്ളത്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ തൊട്ട് മുമ്പ് ഓൺ ടു ഒക്കെ തെളിയിക്കുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും മതി, അതിനകത്തും കാണും. ഓക്കെ, അന്നേരം കാര്യങ്ങൾ ഏകദേശം ഒന്ന് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ. ഇനി ഫൈ ഓഫ് എ റൈസ് ടു എ ഈക്വൽ ടു ബി എന്നല്ലേ കിട്ടിയത്. നമുക്ക് തെളിയിക്കാനുള്ളത് ജി ബാറിൽ നിന്ന് എടുത്ത ബി എന്ന് പറയുന്ന എലമെൻറ്റ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, നൗ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു കെ. ഇപ്പോൾ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു കെ എന്നാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു കെ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാമല്ലോ, യൂസിങ് റിസൾട്ട് 2. നമ്മൾ റിസൾട്ട് 2 പ്രൂവ് ചെയ്തത് അതാണ്. ഓക്കെ, ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ ബിലോങ് ചെയ്യുന്ന എലമെൻ്റ് അല്ലേ. കാര്യം ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനിഷൻ ആലോചിച്ചാൽ മതി, എല്ലാം ഡെഫിനിഷനായിട്ട് കണക്ട് ചെയ്താൽ പറയുന്നത്. ബ്രാക്കറ്റ് എ എന്ന് പറഞ്ഞാൽ ആ എയുടെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്ന എലമെൻ്റാണ്. അങ്ങനെ ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് വെച്ചാൽ ഫൈ ഓഫ് എയുടെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്ന എലമെൻ്റ് ആയിരിക്കുമല്ലോ അതിനകത്തുള്ളത്. ഓക്കെ, അങ്ങനെ ഫൈ ഓഫ് എയുടെ പവറിൽ ഒരു ഇൻഡിജറാണ് കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ആണെന്ന് കിട്ടി. ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലല്ലേ ബിലോങ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബിയും ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലായിരിക്കുമല്ലോ. കാര്യം ബിയും ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെയും സെയിം അല്ലേ. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ഫോർ എവറി ബി ഇൻ ജി ബാർ സിൻസ് ബി ഈസ് ആൻ ആർബിട്രറി എലമെൻറ്റ് ഇൻ ജി. ജി അല്ല, ജി ബാർ. ഓക്കെ, ജി ബാറിലെ ആർബിട്രറി എലമെൻ്റ് ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ ജി ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. അതായത് നമ്മളിവിടെ തെളിയിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ജി ബാർ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആണെന്ന് കിട്ടണമായിരുന്നു. അതിന് ജി ബാറിൽ നിന്നും ഒരു ആർബിട്രറി ആയിട്ടൊരു എലമെൻ്റ് എടുത്തു, ബി എന്ന് പറയുന്ന. ഓക്കെ, ആർബിട്രറി ആയിട്ട് ഇതേപോലെ ഗ്രൂപ്പിലെ ജി ബാർ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഏത് എലമെൻ്റ് എടുത്താലും ഇത് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ ജി ബാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ എൻ്റെ മീനിങ്. അതായത് ജി ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ. ഇപ്പം ബ്രാക്കറ്റ് ഫൈ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ബാർ എന്ന് കിട്ടി, ജി ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് കിട്ടി. ഫ്രം ദാറ്റ് ഇക്വേഷൻസ് 6 and 7 ഇംപ്ലൈസ് ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ. ഓക്കെ, ഇപ്പം ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, വിച്ച് ഇംപ്ലൈസ് ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് ജി ബാർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് എടുക്കുന്നു, ടു പ്രൂവ് ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ എന്ന് എടുക്കുന്നു. ഇതേ ഐഡിയ തന്നെയാണ്. ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ എന്ന് തെളിയിക്കാനായിട്ട് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് എ ആൻഡ് ബ്രാക്കറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് തെളിയിച്ചാൽ മതി.
ക്ലിയർലി ബ്രാക്കറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. റീസൺ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. കാര്യം എ എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റ് ആണ്. ഓക്കെ, അന്നേരം ആ എലമെൻറ്റ് ജിയിലുള്ള ഗ്രൂപ്പിലുള്ള ഏത് എലമെൻ്റ് എടുത്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് തന്നെ കിട്ടത്തുള്ളൂ, പുറത്തുള്ള എലമെൻറ്റ് കിട്ടത്തില്ല. അന്നേരം ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് മസ്റ്റായിട്ടും ജിയിൽ തന്നെ ആയിരിക്കും. അത് ബ്രാക്കറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. ഇക്വേഷൻ നമ്പർ 8 ഇനി നേരെ തിരിച്ചും കൂടെ തെളിയിച്ചാൽ മതി. അതായത് ജി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എയുടെ സബ്സെറ്റ് ആണെന്ന് തെളിയിക്കണം. അതിന് നേരത്തെ ചെയ്ത അതേ ഐഡിയ തന്നെ എടുക്കുന്നു. അതായത് ജിയിൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു, ആ എലമെൻറ്റ് ബ്രാക്കറ്റ് എയിലുണ്ടെന്ന് തെളിയിക്കുന്നു. നൗ ഫോർ എനി ആർബിട്രറി എലമെൻറ്റ് ബി ബിലോങ്സ് ടു ജി ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ഫൈ ഓഫ് ബി ബിലോങ്സ് ടു ജി. ബി എന്ന് പറയുന്ന ജിയിൽ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ജി ബാറിലുണ്ടായിരിക്കുമല്ലോ ഫൈ ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ജി ബാറിലെ എലമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബി ജിയിൽ എലമെൻ്റ് ആണ്, ഫൈ ഓഫ് ബി ജി ബാർ എലമെൻ്റ് ആണല്ലോ. ഈ ജി ബാർ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എക്ക് ഈക്വൽ എന്നല്ലേ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ എലമെൻ്റ് ആയിരിക്കുമല്ലോ. കാര്യം ഫൈ ഓഫ് ബി ജി ബാറിൽ എലമെൻ്റ് ആണ്, ആ ജി ബാർ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എക്ക് ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ എലമെൻ്റ് ആണ്. ഓക്കെ, that implies phi of b equal to bracket phi of a. bracket phi of a എന്ന് വെച്ചാൽ അതിൽ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഫൈ ഓഫ് എയുടെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്തുള്ളത്. അതായത് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ ഫൈ ഓഫ് എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്ന എലമെൻറ്റിന് ഈക്വൽ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഫൈ ഓഫ് എയുടെ പവറിൽ ഇൻഡിജർ വരുന്നത്. ഓക്കെ, ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിലെ എലമെൻ്റ് ആണ്. ബ്രാക്കറ്റ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിലെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈ ഓഫ് എയുടെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്നതാണ്. ഫൈ ഓഫ് എ റൈസ് ടു 1, ഫൈ ഓഫ് എ റൈസ് ടു 2, ഫൈ ഓഫ് എ റൈസ് ടു 3 എക്സെട്ര, ഫൈ ഓഫ് എ റൈസ് ടു n, ഫൈ ഓഫ് എ റൈസ് ടു m എക്സെട്ര, അങ്ങനെ പോകും. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ്. ഈ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഫൈ ഓഫ് എയിൽ എലമെൻ്റ് ആണ്. അന്നേരം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കുമല്ലോ ഫൈ ഓഫ് ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. അതായത് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എയുടെ പവറിൽ ഇൻഡിജർ വരുന്ന ഒരു ഫോമിലായിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത് ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു m. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എമ്മിന് ഫൈ ഓഫ് എ റൈസ് ടു m എന്ന് എഴുതാമല്ലോ ബൈ റിസൾട്ട് 2. ശരിയല്ലേ? ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എ റൈസ് ടു എം. കാര്യം ഫൈ എന്ന് പറയുന്നത് 1 ആണ്. 1 ആയതുകൊണ്ട് ഫൈ ഓഫ് x1 ഈക്വൽ ടു ഫൈ ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാം. അതായത് ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എം, ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എ റൈസ് ടു എം എന്ന് എഴുതാം. ഇപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ പവറിൽ ഇൻഡിജേഴ്സ് വരുന്ന ഫോമിലാണെന്ന് കിട്ടിയില്ലയോ? ബി എന്ന് പറയുന്നത് എയുടെ പവറിൽ ഇൻഡിജർ ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫോമിലാണെന്ന് കിട്ടി. എയുടെ പവറിൽ ഇൻഡിജർ വന്നു കഴിഞ്ഞാൽ അത് എവിടെ ബിലോങ് ചെയ്യുന്നതായിരിക്കും? ബ്രാക്കറ്റ് എയിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കുമല്ല. അതായത് ബി എന്ന് പറയുന്ന ബ്രാക്കറ്റ് എയിൽ ബിലോങ് ചെയ്യുന്നു കിട്ടിയില്ല. ബി എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റ് ആയിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ബി എന്ന് പറയുന്ന ആർബിട്രറി എലമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു ജിയിൽ. അങ്ങനെയെങ്കിൽ ജിയിലെ ഇതേപോലെ ഏത് ആർബിട്രറി എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എവിടെ ബിലോങ് ചെയ്യുമെന്ന് കിട്ടി? ബ്രാക്കറ്റ് എയിൽ ബിലോങ് ചെയ്യുന്നു കിട്ടി. അതായത് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് എ. ക്ലിയർ ആണല്ലോ? ഇപ്പം ബ്രാക്കറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് കിട്ടി, ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ബ്രാക്കറ്റ് എ എന്ന് കിട്ടി. ഫ്രം 8 and 9 ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ, ജി ഈക്വൽ ടു ബ്രാക്കറ്റ് എ എന്ന് കിട്ടി. ഇതാണ് പ്രൂഫ്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ, ടു പ്രൂവ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ ഫോർ എവറി എ ബിലോങ്സ് ടു ജി. നല്ല റിസൾട്ടാണ്. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു എ എന്ന് പറയുന്നത്. ആ എലമെൻറ്റിൻ്റെ ഓർഡറും അതിൻ്റെ ഇമേജിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അതാണ് അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അതിൻ്റെ ഓർഡർ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് എ ആയിരിക്കുമല്ലോ, അതിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും. ബി എന്ന് പറയുന്ന എലമെൻ്റാണ് എടുക്കുന്നതെങ്കിൽ ബിയുടെ ഓർഡറും അതിൻ്റെ ഇമേജിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും. ഇതാണ് തിയറം പറയുന്നത്. നമുക്ക് തെളിയിക്കാനുള്ളത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ എന്നാണ് തെളിയിക്കാനുള്ളത്. അതിന് ആദ്യം ഓർഡർ ഓഫ് എയുടെ ഓർഡർ n എന്ന് എടുക്കുന്നു. എയുടെ ഓർഡർ n ആണെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എയുടെ ഓർഡറും n ആണെന്ന് കിട്ടിയാൽ പോരെ? അങ്ങനെ രണ്ടും സെയിം ആയല്ലോ. അതാണ് നമ്മൾ ചെയ്യുന്ന രീതി. സപ്പോസ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു mg, ഓർഡർ ഓഫ് എ n ആണെന്ന് എടുക്കുന്നു. ഓർഡർ ഓഫ് എ n ആണെന്നുണ്ടെങ്കിൽ എ റൈസ് ടു n ഈക്വൽ ടു e എന്ന് എഴുതാമല്ലോ ബൈ ഡെഫിനിഷൻ ഓഫ് ഓർഡർ ഇൻ ഗ്രൂപ്പ് തിയറി. ഓക്കെ ആണല്ലോ? എ റൈസ് ടു n ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. n ഓർഡർ ആകണമെന്നുണ്ടെങ്കിൽ n ആയിരിക്കണം ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ. എന്നേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻഡിജർ എയുടെ പവറായിട്ട് വരുമ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വന്നു കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് ഓർഡർ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എ റൈസ് ടു n ഈക്വൽ ടു ഇ ആകണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ n എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. അതാണ് ഓർഡറിൻ്റെ ഡെഫിനിഷൻ. n ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആയാൽ മാത്രമേ n എയുടെ ഓർഡർ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഓർഡർ n എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എ റൈസ് ടു n ഈക്വൽ ടു ഇ ആണ്, n ആണ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത്, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, n ആണ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ.
നമുക്ക് തെളിയിക്കാനുള്ളത് ഓർഡർ ഓഫ് ഫൈ ഓഫ് എ ഈക്വൽ ടു എൻ എന്നാണ്. ഫൈ ഓഫ് എയുടെ ഓർഡർ എൻ എന്ന് പ്രൂവ് ചെയ്യണം. അതിനാദ്യം ഫൈ ഓഫ് എയുടെ പവറിൽ ഞാൻ എൻ എന്ന് കൊടുക്കുന്നു. എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ ഇ ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ റൈസ് ടു എൻ ഈക്വൽ ടു ഇ. അങ്ങനെ ഫൈ ഓഫ് ഇ എന്ന് എഴുതി കൂടെ. ഫൈ ഓഫ് ഇ എന്ന് വെച്ചാൽ ഇ ബാർ എന്ന് എഴുതാമല്ലോ. റിസൾട്ട് 1 ഓക്കെ ആണല്ലോ. അന്നേരം ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു ഇ ബാർ എന്ന് കിട്ടി. ഫൈ ഓഫ് എ എന്ന് വെച്ചാൽ ഈ ജി ബാറിലെ എലമെൻ്റ് അല്ലേ ഫൈ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പവറിൽ എൻ എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തപ്പോൾ ആ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി അല്ലേ ഇ ബാർ എന്ന് പറയുന്നത്. ഇ ബാർ കിട്ടിയല്ല, അതായത് ഫൈ ഓഫ് എയുടെ ഓർഡർ എൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഫൈ ഓഫ് എയുടെ പവറിൽ എൻ വന്നപ്പോൾ ഇ ബാർ കിട്ടി. അങ്ങനെയെങ്കിൽ ഓർഡർ എൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓർഡർ എൻ ആകണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്നിനേക്കാൾ ചെറിയ ഏതെങ്കിലും നമ്പർ ഫൈ ഓഫ് എയുടെ പവറിൽ വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നുകൂടി തെളിയിച്ചാൽ ഈ ഓർഡർ ഫൈ ഓഫ് എയുടെ ഓർഡർ എൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പം നമുക്ക് ഫൈ ഓഫ് എയുടെ ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ എൻ ആകാം, അല്ലെങ്കിൽ എന്നിനേക്കാൾ ചെറിയ ഏതെങ്കിലും നമ്പർ ഫൈ ഓഫ് എയുടെ പവറിൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പവർ ആയിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനൊരു നമ്പർ ഇല്ല എന്നുകൂടി തെളിയിച്ചു കഴിഞ്ഞാൽ ഫൈ ഓഫ് എയുടെ ഓർഡർ എന്തുമായി? എൻ ആയി. ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അസ്യൂം ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ കെ. കെ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ 0ക്കും എന്നിനും ഇടയ്ക്കുള്ളതാണ്, അതായത് എന്നിനേക്കാൾ ചെറിയൊരു നമ്പർ. ഓക്കെ, ആൻഡ് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഇ ബാർ. അങ്ങനൊരു പോസിറ്റീവ് നമ്പർ, എന്നിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ഫൈ ഓഫ് എയുടെ പവറിൽ വന്നപ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അത് ഫോൾസ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഫൈ ഓഫ് എയുടെ ഓർഡർ എന്തായി? എൻ ആണെന്ന് കിട്ടി. റിസൾട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ ആണല്ലോ. അതാണ് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത്. നൗ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഇ ബാർ. നമുക്ക് കിട്ടിയ റിസൾട്ട് അതാണല്ലോ. ഓക്കെ, അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെനെ ഫൈ ഓഫ് എ റൈസ് ടു കെ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ബാറിനെ ഫൈ ഓഫ് ഇ എന്ന് എഴുതാമല്ലോ. ഫൈ എന്ന് പറയുന്നത് 1 ആണല്ലോ. 1 ആണെങ്കിൽ ഫൈ ഓഫ് x1 ഈക്വൽ ടു ഫൈ ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഇംപ്ലൈസ് എ റൈസ് ടു കെ ഈക്വൽ ടു ഇ എന്ന് കിട്ടി. എ റൈസ് ടു കെ ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാര്യം നമ്മൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എ റൈസ് ടു എൻ എന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി. എ റൈസ് ടു എൻ, അത് എയുടെ ഓർഡർ എൻ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് എ റൈസ് ടു എൻ ആണ് ഇ എന്ന് പറയുന്നത്. എന്നിനേക്കാൾ ചെറിയൊരു നമ്പർ എയുടെ പവറായിട്ട് വരുമ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ റൈസ് ടു എൻ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനം തെറ്റായി പോകും. ഓക്കെ, എ റൈസ് ടു എൻ ഈക്വൽ ടു ഇ ട്രൂ ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എയുടെ ഓർഡർ എൻ ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം എയ്ക്ക് എന്നിനേക്കാൾ ചെറിയൊരു പവർ വരുമ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് അല്ലേ? ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഇ ബാർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിരിക്കുമല്ലോ. അതായത് ഫൈ ഓഫ് എയുടെ പവറിൽ എന്ത് വരത്തില്ല? കെ വരത്തില്ല. അതായത് ഫൈ ഓഫ് എയുടെ പവറിൽ എന്നിനേക്കാൾ ചെറിയൊരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. എ റൈസ് ടു കെ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞൊരു കോൺട്രഡിക്ഷൻ കിട്ടി. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഇ ബാർ എന്ന് പറയുന്ന അസംഷൻ എന്താണ്? തെറ്റാണ്. അവർ അസംഷൻ ഈസ് റോങ്. അതായത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഒരിക്കലും എന്തോ ആകത്തില്ല, നോട്ട് ഈക്വൽ ടു ഇ ആണ്. ഇ ആകത്തില്ല. അത് ഓർഡർ ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എൻ ആണ്. അതായത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ. റിസൾട്ട് ഈസ് കംപ്ലീറ്റ്. ഇനി അടുത്ത പ്രോപ്പർട്ടി, ആറാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറയാൻ നോക്കുക. പ്രോപ്പർട്ടിക്ക് അത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ ഫിക്സഡ് ഇൻറ്റിജർ കെ ആൻഡ് എ ഫിക്സഡ് ഗ്രൂപ്പ് എലമെൻറ്റ് ബി ഇൻ ജി, ദ ഇക്വേഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി ഹാസ് ദി സെയിം നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇൻ ജി ആസ് ഡസ് ദ ഇക്വേഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻ ജി ബാർ. അതായത് ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിലുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ജി ബാറിലുണ്ടായിരിക്കുമല്ലോ. അത് ക്ലിയർ ആണല്ലോ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ദ ഇക്വേഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി ഹാസ് ദി സെയിം നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇൻ ജി ആസ് ഡസ് ദ ഇക്വേഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻ ജി. അതായത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ, എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ, ആ ഇക്വേഷന് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടോ അത്രയും സൊല്യൂഷൻസ് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷന് ജി ബാറിലുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്നതിന് ഒരു സൊല്യൂഷൻ ജി ബാറിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷന് 2 സൊല്യൂഷൻ ജിയിലുണ്ടെങ്കിൽ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷന് ജി ബാറിൽ 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷന് ജിയിൽ 10 സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷന് ജി ബാറിൽ 10 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം.
ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൻ്റെ ആദ്യം സപ്പോസ് എ ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി ഇൻ ജി. എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി കൊണ്ടെന്ന് എടുക്കുക. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൊല്യൂഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈവ് ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷന് ജി ബാറിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സിന് പകരം എ കൊടുത്തൂടെ, എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു ഇക്വേഷൻ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ, എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണല്ല എക്സ് ഈക്വൽ ടു ടു എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സ് ഈക്വൽ ടു ടു എന്ന് പറയുന്നത് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോയുടെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ടു എന്ന് പറയുന്നത് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീറോ കിട്ടുമെന്നാണല്ലോ. ഓക്കെ, അതായത് ടു എന്ന് പറയുന്നത് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോ വരും, ടു മൈനസ് ടു ഈക്വൽ ടു സീറോ, അതായത് ടു എന്ന് പറയുന്ന സൊല്യൂഷൻ തന്നെയാണ്. ഇതാണ് എൻ്റെ മീനിങ്. അതായത് ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, അത് എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ട് സൈഡിലും ഫൈവ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഫൈവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫൈവ് ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ഫൈവ് ഓഫ് ബി എന്ന് എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. ഫൈവ് ഓഫ് എ റൈസ് ടു കെ ഫൈവ് ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് ബി, which is of the form x raised to k equal to phi of b. ഇപ്പോൾ x raised to k equal to phi of b എന്നുള്ള ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അത് x raised to k യുടെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്, phi of a എന്നുള്ള എലമെൻറ്റാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? വേറെ x equal to phi of a, അതായത് phi of a എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ x raised to k equal to phi of b യുടെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞുകൂടെ. കാര്യം x raised to k equal to phi of b യുടെ സൊല്യൂഷൻ ആണ് phi of a എങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ എന്തോ വരണം, phi of a വരണം. ശരിയല്ലേ? നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതാ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷനാണ് എ എങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ എ എഴുതാൻ പറ്റും. അതായത് എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അതേ ഫോമിൽ തന്നെ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഫൈ ഓഫ് എ എങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ ഫൈ ഓഫ് എ വരണം. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഫൈ ഓഫ് എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എവിടെ ഉണ്ടെന്ന് കിട്ടി, എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ ജി ബാറിലുണ്ടെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഹെൻസ് ഫോർ എവറി സൊല്യൂഷൻ എ ബിലോങ്സ് ടു ജി, അതായത് ജിയിൽ നിന്നും ഏതൊരു എ എന്ന് പറയുന്ന സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും ഓഫ് ദി ഫസ്റ്റ് ഇക്വേഷൻ വെച്ചാൽ ഏതാണ്, എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഇക്വേഷന് എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ജിയിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു സൊല്യൂഷൻ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ജി ബാറിലുണ്ടായിരിക്കും. ഓഫ് ദി സെക്കൻഡ് ഇക്വേഷൻ, അതായത് സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഫൈ ഓഫ് എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ജി ബാറിലുണ്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നേരെ തിരിച്ചുകൊണ്ടെന്ന് തെളിയിച്ചാൽ മതി. അതായത് ജി ബാറിൽ ഇതേപോലെ ഒരു സൊല്യൂഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു സൊല്യൂഷൻ ജിയിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, നൗ സപ്പോസ് സി ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി. ഇതാ ഇവിടെ ജി ബാറിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പ്രൂവ് ചെയ്തത്, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ജി ബാറിലുണ്ടെന്ന് എടുക്കുന്നു. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. സി എന്ന് പറയുന്നത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബിയുടെ സൊല്യൂഷനാണ്. അങ്ങനെ സി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ല, അതായത് എക്സിന് പകരം സി കൊടുക്കാമല്ല, അതായത് സി റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഫൈ എന്ന് പറയുന്നത് ഓൺ ടു ആണ്. കാര്യം ഫൈ ഐസോമോർഫിസം എന്ന് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈ ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് എടുത്ത സി എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു പ്രീ ഇമേജ് ജിയിലുണ്ടായിരിക്കുമല്ലോ, ആ എലമെൻറ്റാണ് ഡി എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ഫൈ ഓഫ് ഡി ഈക്വൽ ടു സി ആയിരിക്കും ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഓൺ ടു. അതൊന്നും പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഓക്കെ, ഫൈ ഓൺ ടു ആൻഡ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ഡി എന്ന് പറയുന്ന ജിയിൽ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് ഫൈ ഓഫ് ഡി ഈക്വൽ ടു സി ആയിരിക്കും. കാര്യം സി എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് ജിയിൽ നിന്നും, ജി ബാറിൽ നിന്നും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഫൈ ഓഫ് ഡി ഈക്വൽ ടു സി എന്ന് കിട്ടി. ഈ കിട്ടിയ ഫൈ ഓഫ് ഡി ഈക്വൽ ടു സി, അതായത് സിയുടെ വാല്യൂ ഫൈ ഓഫ് ഡി എന്നല്ലേ ഇതിൻ്റെ മീനിങ്. സിയുടെ വാല്യൂ ഫൈ ഓഫ് ഡി ആണെന്നുണ്ടെങ്കിൽ സിക്ക് പകരം ഫൈ ഓഫ് ഡി എന്നുള്ള വാല്യൂ ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 11 സിക്ക് വരും ഫൈ ഓഫ് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഫൈ ഓഫ് ഡി ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് വരത്തില്ലേ. അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്. ഫൈ ഓഫ് ഡി ദ ഹോൾ റൈസ് ടു കെനെ ഫൈ ഓഫ് ഡി റൈസ് ടു കെ എന്ന് എഴുതാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി. ഫൈ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഫൈ ഓഫ് ഡി റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇംപ്ലൈസ് ഡി റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ ഈ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളെ ജി എന്ന് പറയുന്ന സെറ്റിൽ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അത് എക്സിന് പകരം ഡി വന്നിരിക്കുന്നു. അതായത് ഡി എന്ന് പറയുന്നത് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ശരിയല്ലേ? പറഞ്ഞാൽ ക്ലിയർ ആയോ?
ഓക്കെ, അതായത് എക്സ് റൈസ് ടു കെ ഈക്വൾ ടു ബി എന്നുള്ള ഫോമിലല്ലേ ഇത് വന്നിരിക്കുന്നത്. അതായത് എക്സിൻ്റെ പ്ലേസിൽ ഡി വന്നിരിക്കുന്നു. എക്സിൻ്റെ പ്ലേസിൽ ഡി വന്നു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നല്ലേ. അത് ഡി ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് റൈസ് ടു കെ ഈക്വൾ ടു ബി. ഓക്കെ, അതായത് ജി ബാറിൽ എക്സ് റൈസ് ടു കെ ഈക്വൾ ടു 5 ഓഫ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി, ജിയിലും ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ഹെൻസ് ഫോർ എവറി സൊല്യൂഷൻ സി ഇൻ ജി ബാറിൽ സി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എവിടെയുണ്ട്, ജിയിലുണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദെയർ എക്സിസ്റ്റ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി സെറ്റ്സ് ഓഫ് സൊല്യൂഷൻസ്. അതായത് ഒരു 1-to-1 കറസ്പോണ്ടൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് ജിയിൽ എത്ര സൊല്യൂഷൻ ഉണ്ടോ അത്രയും സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും, അവിടെ എത്ര സൊല്യൂഷൻ ഉണ്ടോ അത്രയും സൊല്യൂഷൻ ജിയിലും ഉണ്ടായിരിക്കും. ഇതാണ് എൻ്റെ മീനിങ്. അതാണ് 1-to-1 കറസ്പോണ്ടൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഹെൻസ് ദ റിസൾട്ട് ഈസ് പ്രൂവ്ഡ്. ഇത്രയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ജി ഈസ് ഫൈനൈറ്റ് ദെൻ ജി ആൻഡ് ജി ബാർ ഹാവ് എക്സാക്ട്ലി ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എവരി ഓർഡർ. ഈ സ്റ്റേറ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കുക. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എ ഓർഡറുള്ള ബി എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എ ഓർഡറുള്ള ബി എലമെൻറ്റ്സ് ജി ബാറിലും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്പർ വെച്ചൊന്നുകൂടെ ക്ലിയർ ആക്കി തരാം. അതായത് 5 ഓർഡറായിട്ട് വരുന്ന 5 ഓർഡർ വരുന്ന 10 എലമെൻറ്റ്സ് ഗ്രൂപ്പിലുണ്ട്. അതായത് 10 എലമെൻറ്റ്സിന് ഓർഡർ 5 ആണ്. 10 എലമെൻറ്റ്സ്, ആദ്യം ഒരു എലമെൻറ്റ് എടുക്കുന്നു, അതിൻ്റെ ഓർഡർ 5 ആണ്. രണ്ടാമതൊരു എലമെൻറ്റ് എടുക്കുന്നു, അതിൻ്റെ ഓർഡർ 5 ആണ്. മൂന്നാമതൊരു എലമെൻറ്റ് എടുക്കുന്നു, അതിൻ്റെ ഓർഡർ 5 ആണ്. അങ്ങനെ 10 എലമെൻറ്റ്സ് ഉണ്ട് ഓർഡർ 5 വരുന്ന. ഓർഡർ 5 ഉള്ള 10 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഓർഡർ 5 ഉള്ള 10 എലമെൻറ്റ്സ് എവിടെയും ഉണ്ടായിരിക്കും, ജി ബാറിലും ഉണ്ടായിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നിനകത്ത് പ്രൂവ് ചെയ്യാനില്ല. കാര്യം വി ഓൾറെഡി പ്രൂവ് ദ പ്രോപ്പർട്ടി ഐസോമോർഫിസം പ്രിസർവ്സ് ഓർഡേഴ്സ്. ഐസോമോർഫിസം ഓർഡർ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യായിരുന്നു. ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഐ ഓഫ് എ ഫോർ എവറി എ ബിലോങ്സ് ടു ജി. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ജി ആൻഡ് ജി ബാർ ഹാവ് എക്സാക്ട്ലി ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എവറി ഓർഡർ. ഈ സാധനം പ്രൂവ് ചെയ്താണല്ലോ നമ്മൾ ഓൾറെഡി. അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് ക്ലിയർ ആണ്. കാര്യം അത് 5 ഓർഡറുള്ള 10 എലമെൻറ്റ്സിനകത്തുണ്ടെങ്കിൽ 5 ഓർഡറുള്ള 10 എലമെൻറ്റ്സിനകത്തുണ്ട്. 2 ഓർഡറുള്ള 7 എലമെൻറ്റിനകത്തുണ്ടെങ്കിൽ 2 ഓർഡറുള്ള 7 എലമെൻറ്റിനകത്തുണ്ടായിരിക്കും. ഓക്കെ, അത് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. കാര്യം ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് ഓർഡറും സെയിം ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആ റിസൾട്ടിൽ നിന്ന് തന്നെ ഇത് ക്ലിയർ ആണ്. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കുക, ഇതാ ഇവിടെ ജി ബാർ 2 സെപ്പറേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 1ൻ്റെ ഓർഡർ 2 ആണ്, 2ൻ്റെ ഓർഡർ 7 ആണ്, 3ൻ്റെ ഓർഡർ 4 ആണ്. അങ്ങനെ കുറേ ഓർഡർ ജിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഇമേജിൻ്റെ ഓർഡറും സെയിം ആണെന്നല്ലേ എന്താ ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, അതായത് 1ൻ്റെ ഓർഡർ 2 ആണെങ്കിൽ 5 ഓഫ് 1ൻ്റെ ഓർഡറും 2 ആയിരിക്കും. 2ൻ്റെ ഓർഡർ 7 ആണെങ്കിൽ 5 ഓഫ് 2ൻ്റെ ഓർഡറും 7 ആയിരിക്കും. 3ൻ്റെ ഓർഡർ 4 ആണെങ്കിൽ 5 ഓഫ് 3യുടെ ഓർഡറും 4 ആയിരിക്കും. ഇതാണ് ഈ തിയറം പറയുന്നത്, ഓർഡർ പ്രിസർവ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഈ തിയറം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ആ തിയറം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതാകുന്ന വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ 2 ഓർഡറുള്ള എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക. 2 ഓർഡറുള്ള 2 എലമെൻ്റ് അല്ലേ ഉള്ളത്. 1ൻ്റെയും 4ൻ്റെ എലമെൻ്റ് ആണല്ലോ 2. അത് 2 ഓർഡറുള്ള 2 എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ട്, ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ 2 ഓർഡറായിട്ട് വരുന്ന എത്ര എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും, ജി ബാറിലും ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുക, 7 ഓർഡറുള്ള എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക. 7 ഓർഡറുള്ള 3 എലമെൻ്റ് ഉണ്ട്. അങ്ങനെ 7 ഓർഡറുള്ള 3 എലമെൻ്റ് എവിടെ ഉണ്ടായിരിക്കും, ജി ബാറിലും ഉണ്ടായിരിക്കും. ഇതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അതായത് ഇന്ന ഓർഡറുള്ള ഇത്ര എലമെൻറ്റ് ജിയിലുണ്ടെങ്കിൽ അത്രയും ഓർഡറുള്ള അത്രയും എലമെൻറ്റ്സ് ജി ബാറിലും ഉണ്ടായിരിക്കും. ക്ലിയർ ആയ കാര്യം എന്താണെന്നുള്ളത് അത് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനി ഈ 7 ഇപ്പോൾ ഈ 7 അല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്, 7th പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഇത് എഴുതുക, ഇത് പ്രൂവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രം ദിസ് റിസൾട്ട് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.